Kim's Health Presence, for PM News Bahrain Update, supported by Lulu International Exchange, Al Hilal Hospital and Medical Centers, NEC Money Exchange and Wester Watches. നമസ്കാരം. ഇന്ന് 2025 ജൂൺ 2 തിങ്കളാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 8ാമത് ബഹ്റൈൻ ഇന്റർനാഷണൽ എയർ ഷോ 2026 നവംബർ 18 മുതൽ 20 വരെ നടക്കും. ലണ്ടനിലെ ഫാൻബറോ ഇന്റർനാഷണലുമായി സഹകരിച്ച് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയവും റോയൽ ബഹ്റൈൻ വ്യോമസേനയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഷോയുടെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യാനായി ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ഡോക്ടർ ഷൈഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫ ലണ്ടനിൽ ഫാൻബറോ ഇന്റർനാഷണലിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയുടെ നേതൃത്വത്തിലും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരവുമാണ് വ്യോമയാനം, ബഹിരാകാശം, ഡിജിറ്റൽ നവീകരണം എന്നീ മേഖലകളിൽ UK-യുമായുള്ള തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്തുന്നതെന്ന് മന്ത്രി കൂടിക്കാഴ്ചയ്ക്കിടെ പറഞ്ഞു. ഹ്രസ്വ സന്ദർശനത്തിനായി ബഹ്റൈനിലെത്തിയ ഇന്ത്യൻ നിയമനീതി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളിനെ ബഹ്റൈൻ നിയമകാര്യ മന്ത്രി യൂസുഫ് ബിൻ അബ്ദുൾ ഹുസൈൻ ഖലഫ് സ്വീകരിച്ചു. ബഹ്റൈൻ കിങ്ഡം ഓഫ് ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട് റെസല്യൂഷന്റെ കൗൺസിൽ സെക്രട്ടറി ജനറൽ പ്രൊഫസർ മാരി കെ പോൾസണും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ബഹ്റൈനും ഇന്ത്യയും തമ്മിലുള്ള ശക്തവും വളർന്നുവരുന്നതുമായ ബന്ധങ്ങളെക്കുറിച്ച് മന്ത്രി ഖലഫ് പരാമർശിച്ചു. ഇരു രാജ്യങ്ങളുടെയും ജനങ്ങളുടെയും പ്രയോജനത്തിനായി സഹകരണം വർദ്ധിപ്പിക്കുന്നത് തുടരേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളെക്കുറിച്ചും നിയമപരമായ കാര്യങ്ങളിലും ബദൽ തർക്ക പരിഹാര സംവിധാനങ്ങളിലും ഉഭയകക്ഷി സഹകരണം കൂടുതൽ വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും അവർ ചർച്ച ചെയ്തു. ബഹ്റൈൻ കേരളീയ സമാജം സംഘടിപ്പിച്ച ദേവിജി BKS GCC കലോത്സവം സമാപിച്ചു. ഇന്ത്യൻ എംബസിയിലെ കൗൺസിലർ രാജീവ് കുമാർ മിശ്ര മുഖ്യാതിഥിയായി പങ്കെടുത്ത സമാപന ചടങ്ങിൽ സുപ്രീം കോടതി അഭിഭാഷകൻ MR അഭിലാഷ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇന്റർനാഷണൽ സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മാധുരി പ്രകാശ്, ദേവിജി ഗ്രൂപ്പിലെ മുതിർന്ന പ്രതിനിധികൾ എന്നിവരും സന്നിഹിതരായിരുന്നു. ചടങ്ങിന് BKS പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരേക്കലും നേതൃത്വം നൽകി. കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം മാതൃകയിൽ നടന്ന കലോത്സവം 1.5 മാസത്തോളം നീണ്ടുനിന്നു. GCCയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 1200-ലധികം മത്സരാർത്ഥികൾ പങ്കെടുത്ത ഈ കലോത്സവം 5 വിഭാഗങ്ങളിലായാണ് അരങ്ങേറിയത്. ഇഷ ആഷിഖ് കലാതിലകമായും ശൗര്യ ശ്രീജിത്ത് കലാപ്രതിഭയുമായി തിരഞ്ഞെടുക്കപ്പെട്ട മത്സരത്തിൽ സഹാന മോഹൻരാജാണ് ബാലതിലകം, നേഹ ജഗദീഷ് കലാരത്നമായും അയാൻ സുജിത്ത് നാട്യരത്നമായും അർജുൻ രാജ് സംഗീതരത്നമായും പ്രിയംവദ NS സാഹിത്യരത്നയായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവർക്കുള്ള സമ്മാന വിതരണവും സമാപന ചടങ്ങിൽ നടന്നു. ബഹ്റൈൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം 10-12 ക്ലാസുകളിൽ ബഹ്റൈനിലെയും നാട്ടിലെയും വിവിധ വിദ്യാലയങ്ങളിൽ പഠിച്ച് ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ആദരിച്ചു. ഉമ്മുൽ ഹസം കിംസ് ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന പരിപാടിയിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഉന്നത വിജയം നേടിയ 40ഓളം വിദ്യാർത്ഥികൾക്ക് ഉപഹാരവും പ്രശസ്തിപത്രവും നൽകി അനുമോദിച്ചു. ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ് മേനോൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കൂട്ടായ്മയുടെ രക്ഷാധികാരി ബഷീർ അമ്പലായി ആമുഖ പ്രസംഗം നടത്തി. കൂട്ടായ്മയുടെ രക്ഷാധികാരിയും സീനിയർ അംഗവുമായ മുഹമ്മദ് അലി KT ലോഗോ അനാച്ഛാദനം ചെയ്തു. ബഹ്റൈൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം ജനറൽ സെക്രട്ടറി ഷമീർ പൊട്ടച്ചോല സ്വാഗത പ്രസംഗം നടത്തിയ പരിപാടിയിൽ പ്രസിഡന്റ് സലാം മമ്പാട്ടുമൂല അധ്യക്ഷനായിരുന്നു. ഫസലുൽ ഹക്ക് കോർഡിനേറ്റർ ആയ പരിപാടിയിൽ മുൻ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ എബ്രഹാം ജോൺ, ബിനു കുന്നന്താനം, മുഹമ്മദ് അലി NK, ബദറുദ്ദീൻ പൂവാർ, ജവാദ് വക്കം, ജേക്കബ് തേക്കുതോട്, മണിക്കുട്ടൻ, മൊയ്തീൻ ഹാജി കട്ടുംതാഴ, കാത്തു സച്ചിൻ ദേവ്, റഷീദ് മാഹി, ഹുസൈൻ വയനാട്, മൊയ്തു തിരുവള്ളൂർ, ഷറഫ് അൽ കുഞ്ഞ് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി.
പ്രവാസ ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അനിൽകുമാർ പിള്ളയ്ക്ക് KSCA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ലേഡീസ് വിങ്ങും മറ്റു മെമ്പർമാരും ചേർന്ന് ഊഷ്മള യാത്രയയപ്പ് നൽകി. KSCA ഹാളിൽ വച്ച് നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് സെക്രട്ടറി സതീഷ് K സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിരമിക്കൽ താൽക്കാലികം മാത്രമാണെന്നും സാമൂഹിക സേവന രംഗങ്ങളിൽ തുടർന്നും ഊർജ്ജസ്വലമായി മുന്നോട്ടു പോകുമെന്നും അനിൽകുമാർ പിള്ള പറഞ്ഞു. ബഹ്റിനിലെ ജീവകാരുണ്യ സംഘടനയായ തലശ്ശേരി മാഹി കൾച്ചറൽ അസോസിയേഷൻ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സുമായി സഹകരിച്ച് ജൂൺ 26-ന് രണ്ടാമത് രക്തദാന ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ പ്രസിഡന്റ് ഷംസുദ്ദീൻ VP അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നവാസിന്റെ സ്വാഗത പ്രസംഗത്തോടെ ആരംഭിച്ച യോഗത്തിൽ ട്രഷറർ അഫ്സൽ, രക്ഷാധികാരികളായ ഫുഹാദ്, സാദിഖ്, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഫിറോസ് മാഹി, റഹീസ് മുഹമ്മദ്, ഫിറോസ് VK എന്നിവർ സംസാരിച്ചു. രക്തദാന ക്യാമ്പിന്റെ ജനറൽ കൺവീനറായി ഫിറോസ് മാഹിയെയും കൺവീനർമാരായി ഫിറോസ് VK, റഹീസ് മുഹമ്മദ് എന്നിവരെയും തിരഞ്ഞെടുത്തു. സാജിദ് ചൊക്ലി നന്ദി പറഞ്ഞു.